സലാം. മലൈക്കോട്ടെ വാലിബൻ്റെ 8ാം ദിനത്തെ കളക്ഷൻ റെക്കോർഡ് എങ്ങനെയുണ്ട്? അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഫെബ്രുവരി 1-ാം തീയതി 767ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3ഓളം ഹൗസ്ഫുൾ ഷോസാണ് സിനിമയ്ക്കായി പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നതാണ്. ഏകദേശം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 25,36,000 മുകളിലുള്ള എമൗണ്ടാണ്. അതായത് ഒരു സിനിമയെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല കളക്ഷൻ തന്നെയാണ്, ഒരു വർക്കിംഗ് ഡേ ആണ്. പക്ഷേ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ല കളക്ഷനായിട്ട് നമുക്ക് കാണാനും കഴിയില്ല. എന്നിരുന്നാലും സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് പബ്ലിസിറ്റികളും കാര്യങ്ങളുമൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സിനിമയുടെ ഗംഭീര ഹൈപ്പ് അണിയറ പ്രവർത്തകരിൽ നിന്ന് വന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇനീഷ്യൽ പ്രൊമോഷൻസ് ആയിരിക്കാം സിനിമയ്ക്ക് ആ ഒരു വലിയ തിരിച്ചടി ഉണ്ടായത്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സിനിമ മുന്നോട്ട് നന്നായി തന്നെ പോയേനെ എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. അതുതന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിനിമ കാണിക്കുന്ന സ്റ്റഡി ആയിട്ട് ഒരേ റേഞ്ചിൽ സിനിമയുടെ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഏകദേശം 50-55 ലക്ഷം രൂപയോളം സ്ഥിരമായി സിനിമയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്താണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഏറ്റവും ഉയർന്ന ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറുകയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് തന്നെ പറയാം. 5-ാം ദിവസം തിങ്കളാഴ്ച സിനിമയ്ക്ക് 34 ലക്ഷത്തോളമായിരുന്നു സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് ആയി വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 65-70 ലക്ഷം രൂപയുടെ അടുത്താണ്. ചൊവ്വാഴ്ചയാണെങ്കിലും ഏകദേശം 29 ലക്ഷം രൂപയാണ് വന്നത്. അതായത് ഏകദേശം നമുക്ക് 50, 55, 60 ആ റേഞ്ചിലേക്കുള്ള എമൗണ്ടാണ്. 7-ാം ദിവസം സിനിമയ്ക്ക് വന്നിരിക്കുന്ന ഏകദേശം 2 ലക്ഷം രൂപ മാത്രം കുറവാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 8-ാം ദിവസം ഏകദേശം 1 ലക്ഷത്തിൽ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയോളമാണ് ഇടിവ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ വരുമ്പോഴത്തേക്ക് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒരേപോലെ തന്നെയുള്ള കളക്ഷൻ ആകാനും ചാൻസ് ഉണ്ട്. എന്തായാലും സിനിമയ്ക്ക് ഇന്ന് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ മികച്ച രീതിയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നില്ല, അതിനനുസരിച്ചല്ല പറയുന്നത്. പക്ഷേ സിനിമയുടെ ഇടിവിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സിനിമ 50 ലക്ഷത്തിന് മുകളിൽ കയറി എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകട്ടെ. ട്രാക്കേഴ്സ് പറയുന്നു 9,27 ലക്ഷത്തോളമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിനിമ ഏത് റേഞ്ചിൽ പോകുന്നു എന്നറിയാം. എന്തായാലും ഒരു LJP സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന സ്കോറായി മാറിയിരിക്കുന്നു ഈ സിനിമയ്ക്ക്. വരുന്ന ദിവസങ്ങളിലും സിനിമ ഉണ്ടാകട്ടെ. എന്തായാലും ഫെബ്രുവരി 15 ആ റേഞ്ച് വരെ സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞോടും. അവിടെ കഴിയുമ്പോഴത്തേക്ക് ഫെബ്രുവരി 9 കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ള സിനിമകളുടെ വരവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.